നിങ്ങൾക്ക് നമസ്കാരം. എൻ്റെ വോട്ട് ആർക്ക് എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് വരികയാണ് നമ്മൾ. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മൂന്ന് മുന്നണികളുടെയും അവരുടെ വാഗ്ദാനങ്ങൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ LDFിൻ്റെ വാഗ്ദാനങ്ങൾ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ കേരളത്തിനെ നമ്പർ 1 ആക്കി കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്നുള്ളതാണ്. എല്ലാ മേഖലകളിലും കേരളം കുതിക്കുകയാണ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ഈ സർക്കാർ ഇപ്പം സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് അവകാശപ്പെട്ടേ പറ്റൂ. അവകാശപ്പെടാനുള്ള അവകാശവുമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ സത്യം വളരെ വ്യത്യസ്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അവർ പറയുന്നുണ്ട് കേരള നിക്ഷേപ സൗഹൃദത്തിൽ നമ്പർ 1 ആയി. ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, സർക്കാരിൻ്റെ എസ്പെഷ്യലി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല റേറ്റിംഗ്സും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് റേറ്റിംഗ്സ് വരുന്നത്. അതിൽ അല്പം ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഡിജിറ്റൽ കേരളം തീർച്ചയായിട്ടും ഡിജിറ്റൽ ഗവേണൻസിൽ വളരെ മുന്നിട്ടാണ്. അത് വേറെ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല, നമ്മൾ കൂടുതൽ ഡിജിറ്റലി അവെയറാണ്. കമ്പ്യൂട്ടറുകളില്ലാത്ത വീടുകൾ കുറവാണ്. പിന്നെ ജനസേവ കേന്ദ്രങ്ങൾ ഒരുപാട് അടുത്തടുത്തുണ്ട്. അത് അടുത്ത് വരാൻ എന്താണ് കാര്യം? നമ്മുടെ പോപ്പുലേഷൻ വളരെ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത കാരണം ജനസേവ കേന്ദ്രങ്ങൾ പലയിടത്തും തുടങ്ങുവാൻ, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുവാൻ സർക്കാരിന് എളുപ്പമാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് പിന്നെ സ്പ്രെഡ് ചെയ്ത് ആ ജനസേവ കേന്ദ്രങ്ങളിൽ കൂടി ഡിജിറ്റലായിട്ട് പലതും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഡിജിറ്റലായിട്ട് ഉള്ള നമ്മളുടെ കേരളത്തിൻ്റെ ഒരു ഭാഗ്യമാണോ അല്ലെന്നുള്ളത് പോട്ടെ, പക്ഷെ കേരളം അതിന് മുന്നിലാണ്. അത് മാത്രമേ ഉള്ളൂ കേരളം മുന്നിൽ. ബാക്കി എല്ലാ മേഖലകളിലും കേരളം ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് താഴെ തന്നെയാണ്. പക്ഷെ ഇതെല്ലാം പിന്നെ ഒരാളിങ്ങനെ പറയുമ്പോൾ അല്ല എന്ന് നമുക്ക് കൗണ്ടർ ചെയ്യാനുള്ള ഒരു വേദിയില്ല. അപ്പം ഈ പറയുന്നത് കേട്ടോണ്ടിരിക്കാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കേരളത്തിന്റെ GST ഇൻക്രീസ് ചെയ്തു. തീർച്ചയായിട്ടും ഇൻക്രീസ് ചെയ്യും. ഒരിടത്ത് ശമ്പളം കൂടുമ്പം സാധനങ്ങൾ വാങ്ങിക്കുന്നത് കൂടും. സാധനങ്ങൾ വാങ്ങിക്കുന്നത് കൂടുമ്പോൾ GST ഗവൺമെന്റിന് പോകുന്നത് കൂടും. ഗുഡ്സിന്റെ വില കൂടുന്നതനുസരിച്ച് GST കൂടും. സർക്കാരിന്റെ വരുമാനം കൂടണമല്ലോ. ഇപ്പം ഒരു സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ 8% ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത് എന്താണ്? 8% എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും റവന്യൂ 8% കൂടണം. GDP 8% കൂടും, അപ്പം റവന്യൂ 8% കൂടും. അപ്പൊ അത് സ്വാഭാവികമാണ്. അത് കൂടിയില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. ഒരു MP ഇലക്ഷന് ഒരു MP ഞാനിവിടെ മീറ്റ് ചെയ്യുമ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, GDP ഗ്രോത്ത് 2% കുറഞ്ഞിരുന്നു. അതുകൊണ്ട് കുറ്റം പോലെ പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താണ്, എൻ്റെ അർത്ഥം എന്താണ്? അല്ല, 6% 4%. ഏത് കോവിഡ് വന്ന കാലത്തെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, GDP ഗ്രോത്ത് 4% ഉണ്ടോ? ഉണ്ട്. അപ്പൊ അത് ഗ്രോത്ത് അല്ലേ? കഴിഞ്ഞ വർഷം 6 ഉണ്ടായിരുന്ന ഇപ്പൊ 4 ആയി എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനുള്ള ഒരു, നേരത്തെ മാധ്യമങ്ങളുടെ കേസ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ട്രിക്കാണ്. അപ്പം എന്തായാലും ശരി, ഇതിനകത്ത് ഈ എല്ലാ വർഷവും ഗ്രോത്ത് വരണം എന്നുള്ളത് സ്വാഭാവികമാണ്. വന്നില്ലെങ്കിലാണ് പ്രശ്നം. വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്തോ അപാകതയുണ്ടെന്നുള്ളതാണ്. അപ്പം റവന്യൂ ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്നതിൽ അത് വലിയൊരു കേമത്തരമൊന്നും തന്നെ. പക്ഷെ റവന്യൂ 15% ഇയർ ഓവർ ഇയർ, ഇല്ലേ, 10% ഇയർ ഓവർ ഇയർ, ഓരോ വർഷവും 10% വെച്ച് ഇൻക്രീസ് ചെയ്തു എന്ന് പറയുവാൻ സർക്കാരിന് കഴിയുമെങ്കിൽ കൊള്ളാം. അത് നോക്കേണ്ടത് തന്നെയാണ്. അതിൽ തന്നെ താരതമ്യ പഠനമുണ്ട്. അതായത് 1,00,000 കോടി എന്നുള്ളത് 1,10,000 ആകുന്നതും 3 ലക്ഷം കോടി എന്നുള്ളത് 3,45,00,000
45,000 3,40,40,000 കോടി ആകുന്നതും വ്യത്യാസമുണ്ട്. എനിവേ അത് പോട്ടെ. എന്തായാലും ആ ശതമാനം ഒരു ഇമ്പോർട്ടൻ്റ് കണക്കാണ്. പിന്നെ ഒരുപാട് ഇൻഡസ്ട്രീസ് ലാഭത്തിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. ഇതിൽ 2 കാരണങ്ങളുണ്ട്. ഇത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ലാഭത്തിലേക്ക് വന്നു എന്ന് പറയുന്ന 2 രീതിയിൽ അത് കൊണ്ടുവരുത്താം. ഒരു നല്ല ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ടെങ്കിൽ ലാഭനഷ്ട കണക്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തി, കുറ്റകരമായ അഡ്ജസ്റ്റ്മെന്റ്സ് അല്ല, അല്ലാത്ത ലീഗൽ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തി ഒരു ബാലൻസ് ഷീറ്റ് ലാഭത്തിൽ കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് 1. 2, സർക്കാർ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ, ആ സർക്കാർ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു കമ്പനിയിൽ നിന്ന്, എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് അവരുടെ അടുത്ത് മാത്രമേ സർക്കാർ ഈ സാധനം വാങ്ങാവൂ എന്നൊരു ഡയറക്റ്റീവ് കൊണ്ടുവരുമ്പം അവരുടെ കയ്യിൽ നിന്ന് 10,000 രൂപയ്ക്ക് വാങ്ങാവുന്ന സാധനം 25,000 രൂപയ്ക്ക് സർക്കാർ വാങ്ങുന്നു. സർക്കാർ വാങ്ങുമ്പോൾ ആ കമ്പനിക്ക് 15,000 രൂപ ഒരെണ്ണത്തിൽ പ്രോഫിറ്റ് കിട്ടുകയാണ്. 10,000 രൂപയ്ക്ക് പണ്ട് കൊടുത്തിരുന്ന സാധനത്തിന് 15,000 രൂപ ഇപ്പൊ പ്രോഫിറ്റ് കിട്ടുകയാണ്. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ആ കമ്പനി ലാഭത്തിൽ വന്നായിട്ട് കാണിക്കും. പക്ഷെ വേറൊരിടത്ത് തളർച്ച വരും. ഉദാഹരണത്തിന് ഈ നോട്ട് പാഡ്സ് ഉണ്ടാക്കുന്നത്, സ്കൂളിലെ കുട്ടികൾക്ക് നോട്ട് പാഡ്സ് കൊടുക്കും എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന് 8,000 രൂപ വരുന്നു. നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ അത് 1000 എണ്ണമൊക്കെ വാങ്ങിച്ചാൽ ഒരെണ്ണത്തിന് 4,000 5,000 രൂപയ്ക്ക് കിട്ടും എന്ന് വിചാരിക്കുക. അത് പക്ഷേ ഏതെങ്കിലും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇതുണ്ടാക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് 8,000 രൂപയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ 4,000 രൂപ അവർക്ക് പ്രോഫിറ്റാണ്, അഡീഷണൽ പ്രോഫിറ്റാണ്. പക്ഷെ ഇത് 4,000 രൂപയ്ക്ക് ബഡ്ജറ്റ് ചെയ്ത് സ്കൂളിന്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റിൽ 4,000 രൂപ വെച്ച് 1000 കുട്ടികൾക്ക് കൊടുക്കും എന്ന് പറയുന്ന സ്ഥലത്ത് അത് 8,000 രൂപ വെച്ച് കൊടുത്താലും ഡിപ്പാർട്ട്മെന്റിന് ഒന്നും കിട്ടില്ല. 10,000-നും കൊടുക്കണം. കൊടുക്കുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിന്റെ റവന്യൂ നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സിലൊക്കെ ഇതൊക്കെ കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വരുമ്പം അത് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് എന്നുള്ളത്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നോ പവർ കട്ട് എന്ന് പറയുന്നു. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ കഴിഞ്ഞ ഏതാണ്ട് 8 വർഷമായിട്ട് ഈ നാളെ പവർ സപ്ലൈ ഡിസ്റപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് മെസ്സേജ് വരും. ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പവർ കട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പ് വന്നിരുന്നത് എങ്ങനെയാണ്? പകൽ സമയത്ത് 3/4 മണിക്കൂർ, അരമണിക്കൂർ, രാത്രി സമയത്ത് അരമണിക്കൂർ, ഇല്ലെങ്കിൽ 1 മണിക്കൂർ, 1.5 മണിക്കൂർ ഒരു ദിവസം, ഇല്ലെങ്കിൽ 1 മണിക്കൂർ ഒരു ദിവസം, പലപ്പോഴും അരമണിക്കൂറായിരുന്നു. ഇതങ്ങനെയല്ല. ഇത് ഏതാണ്ട് 4-5 ദിവസം കൂടുമ്പം ഒരു ഫുൾ ഡേ പവർ കട്ടാണ്. രാത്രിയിലുള്ള ശരിയാണ്, മറ്റേത് ഫുൾ ഡേ പവർ കട്ടാണ്. പവർ കട്ട് എന്താ പറയുന്നത്? മെയിൻ്റനൻസ്, ലൈൻ മെയിൻ്റനൻസ്, ടച്ചിങ് ക്ലിയറൻസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. ഞാനെല്ലാം കൂടെ കൂട്ടി അതിൻ്റെ റെക്കോർഡ് വെച്ചിട്ട് കണക്കെടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ട്. പവർ കട്ടിൽ നിന്നും ഒട്ടും മോശമല്ല. അപ്പൊ പവർ കട്ട് ഇല്ല എന്ന് പറയുന്നത്, ഞാൻ ചില പോയിന്റ്സ് പറയുന്നുള്ളതേ ഉള്ളൂ. ഞാൻ സർക്കാർ ചെയ്യുന്നതെല്ലാം കുറ്റമാണെന്ന് ഞാൻ പറയുകയല്ല. പക്ഷെ ഇങ്ങനെ ഉള്ള ഇൻഫർമേഷനിൽ നമ്മൾ വീഴാതിരിക്കുക, അത്രയേ ഉള്ളൂ. ആ ഇൻഫർമേഷൻ തരിക എന്നുള്ള സർക്കാരിന്റെ അവകാശവുമാണ്, അവരുടെ ചുമതലയുമാണ്, അവർ തന്നോട്ടെ. പക്ഷെ നമ്മളത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുക. റോഡ്സിന്റെ കാര്യം പറഞ്ഞു. ഞാൻ പലയിടത്തും പോയി. റോഡ് ഗംഭീര റോഡുകൾ എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ റോഡുകളെ പറ്റി നിശിതമായിട്ട് വിമർശിച്ച് ഒരുപാട് ചാനലുകളും പത്രങ്ങളിലും ഒക്കെ വന്നിരുന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെയാണല്ലോ വരുന്നത്. ഇപ്പൊ ഇത് നേരെ തിരിച്ചാണല്ലോ പറയുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ വളരെ അതിൽ അതിശയം തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ പോയ സ്ഥലങ്ങളിൽ പലയിടത്തും റോഡുകൾ വളരെ മോശമാണ്. ഇപ്പൊ ഞാൻ ഷൊർണൂർ പോയി. ഷൊർണൂർ ടൗണിലൊക്കെ റോഡ് വളരെ മോശമാണ്. പല സ്ഥലങ്ങളിലും റോഡുകൾ വളരെ മോശം സ്ഥിതിയിലാണ്. ചില 1-2 മെയിൻ റോഡ്സ് കഴിഞ്ഞാൽ ബാക്കി റോഡുകളൊക്കെ മോശമാണ്. ശരിയാണ്, മൂന്നാറിലേക്കുള്ള റോഡൊക്കെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം അതാണ് കൂടുതൽ ആൾക്കാർ വെളിയിൽ നിന്ന് വന്ന് കാണുന്ന റോഡ്. ശരിയാണ്. പിന്നെ നാഷണൽ ഹൈവേ എല്ലാം ഒരുവിധം നല്ല
ഇപ്പം വർക്ക് നടക്കുന്ന ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല റോഡുകളാണ് എന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ റോഡുകൾ നല്ലതാണെന്ന് അവകാശപ്പെടുന്നത് ശരിയാണോ എന്ന് സർക്കാർ തന്നെ ആലോചിക്കേണ്ടതാണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരം നഗരത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം. ഇപ്പം കവടിയാർ ജംഗ്ഷനിലെ സിഗ്നൽ ഞങ്ങൾ തിരുവനന്തപുരം നഗര റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഇറക്ട് ചെയ്ത സിഗ്നലാണ്. 2005 ഇറക്ട് ചെയ്ത സിഗ്നലാണ്. 15 വർഷത്തെ പരിപാലന സമയത്ത് ഞങ്ങളത് 1 മണിക്കൂർ പോലും ഡൗൺ ആകാനായിട്ട് സമ്മതിച്ചിട്ടില്ല. അതിനുള്ള അവസരം നമ്മൾ കൊടുത്തിട്ടില്ല. അഥവാ ഞങ്ങളുടെ കമ്മിറ്റ്മെന്റിൽ ചില റൂൾസ് ഉണ്ട്. അതായത് ഒരു മാസം അതിന്റെ ടോട്ടൽ ടൈം ആസ്പെക്ട് പോലും, ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഒരു കത്തുന്ന ചുവപ്പ് അല്ലെങ്കിൽ പച്ച അല്ലെങ്കിൽ ആംബർ എന്നുള്ളത്, അതിനാണ് ആസ്പെക്ട് എന്ന് പറയുന്നത്. ആ ഒരു ആസ്പെക്ട് മൊത്തം 24 ആസ്പെക്ട് ഉണ്ടെങ്കിൽ ഓരോ ആസ്പെക്റ്റും 30 ദിവസം ഇൻറ്റു 24 മണിക്കൂർ അത് വർക്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതിൽ ഓരോ മണിക്കൂർ കുറയുന്നതും അനുസരിച്ച് പെർസെൻറ്റേജ് കുറയും. ഇപ്പൊ ഇങ്ങനെ ഉള്ള കാൽക്കുലേഷനിൽ മൊത്തം സിഗ്നൽ സിസ്റ്റത്തിന്റെ, ഒരു ജംഗ്ഷനിലുള്ള സിഗ്നൽ സിസ്റ്റത്തിന്റെ 98.5% അവൈലബിലിറ്റി ഞങ്ങൾ കൊടുത്തിരുന്നതാണ്. അതായത് ഒരു സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ 1 മണിക്കൂർ പോലും അത് കേടായി കിടക്കാൻ നമ്മൾ സമ്മതിക്കാറില്ലായിരുന്നു. ഈ കവടിയാർ സിഗ്നൽ ഇപ്പൊ 5 വർഷമായി വർക്ക് ചെയ്യാതിരിക്കുകയാണ്. പൂർണ്ണമായി 5 വർഷമായി വർക്ക് ചെയ്യാതിരിക്കുകയാണ്. 2 തവണ മാധ്യമങ്ങളുടെ അടുത്ത് ഞാനിത് പറഞ്ഞിട്ട് അവരിത് പത്രത്തിൽ വാർത്ത കൊണ്ടുവന്നിരുന്നു. എന്നിട്ടും ഒരു നാണവുമില്ല അധികാരികൾക്ക് 5 വർഷമായി വർക്ക് ചെയ്യാണ്. ഒരു സിഗ്നല് സെക്കൻഡറി സിഗ്നൽ എന്ന് പറയും, പ്രൈമറി സിഗ്നൽ, സെക്കൻഡറി സിഗ്നൽ. സെക്കൻഡറി സിഗ്നൽ ഒരു വാഹനം വന്ന് ഇടിച്ചിട്ടിട്ട് ഇപ്പം വർഷം 4 ആയി, ഇതുവരെ അത് മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ കഴക്കൂട്ടം, തിരുവനന്തപുരത്ത് പലയിടത്തും ഉണ്ട് ഈ ഇഷ്യൂ. ഞാൻ ജസ്റ്റ് 2 എണ്ണം പറയുന്നത്. കഴക്കൂട്ടത്ത് സിഗ്നല് രാവിലെ നല്ല വെളിച്ചം കാണും, പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് ടോർച്ച് അടിച്ച് നോക്കണം, അടുത്ത് വന്ന് നോക്കണം എങ്ങനെയാണ്, എന്താണ് കാണിക്കുന്നത്. അവിടെ ഇത് കാരണം 2 ആക്സിഡൻസ് നടന്നു. കവടിയാറിൽ നടക്കുന്നുണ്ട്, അത് റിപ്പോർട്ട് ചെയ്യാറില്ല, അവിടെ നടന്നു. ഞാനിത് പറയാൻ കാര്യം, ഒരു ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്ന, തലസ്ഥാനത്ത് ഭരണസിരാ കേന്ദ്രത്തിലെ മെയിൻ പോയിന്റ്സിലെ, വേറെ പോയിന്റ്സ് കുറെ ഉണ്ട് പറയുകയാണെങ്കിൽ, മെയിൻ പോയിന്റ്സിലെ സിഗ്നൽ സിസ്റ്റം റിപ്പയർ ചെയ്ത് വെക്കാൻ വയ്യെങ്കിൽ റോഡ് ഗംഭീരമായിട്ട് എന്താ കാര്യം? റോഡ് ഗംഭീരം അല്ലാന്നുണ്ട് വേറെ ഇഷ്യൂ. ഈ സിഗ്നൽ സിസ്റ്റം അത് 1-2 ദിവസമാണ്. ഇത് എന്താണെന്ന് തിരക്കുമ്പോഴത്തേക്ക് കെൽട്രോണിന് പൈസ കൊടുക്കുന്നില്ല, അതുകൊണ്ട് കെൽട്രോൺ ഇത് റിപ്പയർ ചെയ്യുന്നില്ല. ഇതാണോ ഭരണം? അതിപ്പം കോൺഗ്രസ് വന്നാൽ ഇത് മാറുന്നു, യാതൊരു ഭയവും വേണ്ട, അങ്ങനത്തെ ഭയമൊന്നും വേണ്ട. ഞാനിപ്പോ ഈ LDF-നെ കുറ്റം പറയുകയല്ല. പാർട്ടി എത്രയൊക്കെ നല്ലവണ്ണം ഭരിക്കണമെന്ന് വിചാരിച്ചാലും നേരെ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരുടെ ലെയർ ഇത് ഡെലിവറി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അതിന്റെ ഈ ക്ലെയിം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ തൽപരരാക്കുന്നതിലാണ് ഭരണത്തിന്റെ വിജയം. അത് നടന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഭരിക്കുന്നവർക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഈ ഭരണകാലത്ത് ഇത് നടന്നിട്ടില്ല, ഉദ്യോഗസ്ഥർക്ക് ഇത് ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കിഴക്കേക്കോട്ടയും തമ്പാനൂരും കണ്ടു കഴിഞ്ഞാൽ ഭരണത്തിന്റെ എഫിഷ്യൻസി പൂർണ്ണമായും മനസ്സിലാവും. ഒരു 4 അഫക്റ്റഡ് പാർട്ടീസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് ഒരു ഏരിയ വളരെ ചിന്തിച്ച് എടുത്ത് ഡിസൈൻ ചെയ്ത് എടുത്ത ഒരു ഡിസിഷൻ, അതൊരു കോൺട്രാക്ട് ഞങ്ങളായിരുന്നു കിഴക്കേക്കോട്ടയും തമ്പാനൂരും ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ പുറകിലുള്ള ഡിസൈൻ പ്രിൻസിപ്പിൾസും ഒക്കെ അക്സെപ്റ്റ് ചെയ്താണ് ഞങ്ങൾക്ക് അത് കോൺട്രാക്ട് തരുന്നത്. കോൺട്രാക്ട് തന്നു കഴിഞ്ഞ് ഒരു 3-4 ആൾക്കാരുടെ എതിർപ്പ് കാരണം ഒരു സർക്കാർ ഇതിൽ നിന്ന് പിന്മാറുന്നത്. അത് UDF-ഉം പിന്മാറി, LDF-ഉം പിന്മാറി. എന്നിട്ട് ഇതങ്ങ് വിട്ടിരിക്കുകയാണ്. പോയ വഴി, അടിച്ച വഴിയെ പോവുക, പോയ വഴിയെ അടിക്കുക എന്ന് 2 പ്രിൻസിപ്പിളുണ്ട്. ഇത് പോയ വഴിയെ അടിക്കുക, യാതൊരു സർക്കാരിന് യാതൊരു കൺട്രോളും ഇല്ല. ഈ 2 സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഭരണത്തിന്റെ എഫിഷ്യൻസി പൂർണ്ണമായും മനസ്സിലാവും. കിഴക്കേക്കോട്ടയും തമ്പാനൂരും.
ഏത് സർക്കാർ വന്നാലും നമുക്ക് മനസ്സിലാവും ഇവരുടെ വാചകം മാത്രമേ ഉള്ളൂ, ഇതാണ് സംഭവം. റോഡുകൾ ബസ് സ്റ്റാൻഡുകളായി മാറുന്ന ലോകത്ത് ഒരൊറ്റ സ്ഥലമേ കാണുള്ളൂ, തിരുവനന്തപുരം. ഫ്രീ ഫോർ ഓൾ ആണ്. അത് ഒരു ഓർഡറിൽ കൊണ്ടുവരാൻ കഴിയാത്ത സർക്കാർ, ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി, വീട് ചുറ്റുപാടുകൾ വൃത്തിയാക്കി വെക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ഒരു MLA ആകാൻ അവകാശമില്ല. ഒരു വീട് വൃത്തിയാക്കി വെക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു ഭരണം സുഗമമാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും വെളിയിൽ നിന്ന് ഒരാൾ വന്നാൽ കാണുന്ന ഇവിടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് എന്ന് കാണുന്ന ഫസ്റ്റ് ഇംപ്രഷനാണ്. ഭരണത്തിന്റെ മൂക്കിന്റെ താഴെയാണ് നടക്കുന്നത്. അത് പലയിടത്തും വാരി കളിച്ചാൽ അതൊരു തണല് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ, അത് LDF ആയാലും UDF ആയാലും ഒരുപോലെ തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോ BJP വ്യത്യസ്തമാണോ എനിക്കറിയില്ല, അവർക്ക് ഇതുവരെ ഭരണം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ മറ്റു രണ്ടുപേരുടെയും കഥ ഒരുപോലെ തന്നെയാണ്. തിരുവനന്തപുരം എയർപോർട്ട് ഈ ഡെവലപ്മെന്റ് 75-ൽ തുടങ്ങിയതാണ്. 75-ൽ തുടങ്ങി എന്ന് പറയുമ്പോൾ ഇപ്പൊ എത്ര 50 വർഷവും. ഈ 50 വർഷം കൊണ്ട് LDF വന്നു, UDF വന്നു, LDF വന്നു, UDF വന്നു, ഇതുവരെ അതിനൊരു ഗതി കിട്ടാൻ കഴിയാത്തത്. എന്താണ് ഗതി കിട്ടുക? അദാനിക്ക് കൊടുത്തു, അപ്പൊ ഗതി വരണ്ടേ ചോദിക്കും. അപ്പൊ ആരുടെയാണ് കുറ്റം എന്നുള്ളത്? അത് പോട്ടെ, അദാനി ആയാലും ആരായാലും അവർക്ക് സ്ഥലമുണ്ടെങ്കിലല്ലേ ഡെവലപ്പ് ചെയ്യുള്ളൂ. ഡെവലപ്മെന്റ് അതിനകത്ത് നിന്ന് ഡെവലപ്പ് ചെയ്യാവുന്നതൊക്കെ അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു എയർപോർട്ടിന് കപ്പാസിറ്റീസ് ഉണ്ട്, ആ കപ്പാസിറ്റീസ് അനുസരിച്ചാണ് അവിടെ എയർപോർട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. 128 ഏക്കർ എടുത്തു കൊടുക്കുവാനായിട്ട് 1996 കാലഘട്ടത്തിൽ തീരുമാനമായതാണ്. 18 ഏക്കർ ഇതുവരെ എടുത്തു കൊടുത്തിട്ടില്ല. ഈ കഴിഞ്ഞ മാസം മറ്റുമാണ് ക്യാബിനറ്റിൽ അവസാനം ഡിസിഷൻ വന്നത്. അതിന് ഇപ്പുറത്ത് ബ്രഹ്മോസിന്റെ സൈഡിൽ നിന്ന് 18 ഏക്കറിന്റെ കേസ് അല്ല ഇത്, ഇപ്പോഴത്തെ ബ്രഹ്മോസ്, അതായത് എയർപോർട്ടിന്റെ റൺവേയുടെ 2 സൈഡിലും മിനിമം ക്ലിയറൻസ് വേണം. അതില്ലാത്തത് കാരണം എയർപോർട്ട് കഴിഞ്ഞ ഇത്രയും കാലവും ടെമ്പററി ലൈസൻസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. റൺവേ അപ്രോച്ചിന്റെ അവിടെ ഒരു 5-8 തെങ്ങ് നിപ്പുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ആ തെങ്ങ് മുറിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. 90കളിൽ ജംബോ തിരുവനന്തപുരത്ത് ഇറങ്ങേണ്ടത് കണ്ടത് 3 തെങ്ങ് അപ്പുറത്ത് നിന്നത് കാരണം 2004-ലാണ് ജംബോ ഇവിടെ ഇറങ്ങുന്നത്. 14 വർഷം എടുത്തു ആ തെങ്ങ് മുറിപ്പിക്കാൻ. ഇപ്പൊ സർക്കാർ എന്ന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കാനും അഫക്റ്റഡ് ആൾക്കാരെ അത് പറഞ്ഞ് മനസ്സിലാക്കുവാനും, ഒരു സർക്കാരിന് എല്ലാം തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല. ഒപ്പോസിഷൻ എപ്പോഴും കാണും, ഒപ്പോസിഷൻ എപ്പോഴും തടസ്സവാദങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കും. അത് കൈകാര്യം ചെയ്ത് ഒരു സമവായത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിവുകയാണ് ഒരു സർക്കാരിന്റെ വിജയം. അതുകൊണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ LDFന്റെ ഈ സക്സസ് വാദങ്ങളെല്ലാം അത് വിശകലനം ചെയ്യാൻ നമുക്ക് തിരിച്ച് മറുപടി പറ്റാത്തത് കൊണ്ടാണ് അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ചുറ്റുപാടിൽ ഇത് എത്ര കണ്ട് പ്രായോഗികമായിരുന്നു നോക്കുക. നിങ്ങളുടെ ചുറ്റുപാടിൽ ഈ ക്ലെയിംസ് ഒക്കെ, ഈ പറയുന്ന ക്ലെയിംസ് നിങ്ങളെ ഓരോരുത്തരെയും എഫക്ട് ചെയ്യും. അത് ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വോട്ട് ചെയ്യും. പക്ഷെ ശരിയല്ലെങ്കിൽ ആലോചിച്ചോണം. അപ്പൊ നിങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ അവകാശവാദങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വിശകലനം ചെയ്ത്, മാധ്യമങ്ങൾ ഒരുപാട് അവകാശങ്ങൾ തരും, ഇവരുടെ അവകാശവാദങ്ങൾ. അൺഫോർച്ചുനേറ്റ്ലി മാധ്യമങ്ങൾ വളരെ ബയാസ്ഡ് ആണ്, അവരുടെ സ്വന്തം അജണ്ടകളുണ്ട്, ആരും അൺബയാസ്ഡ് അല്ല. അപ്പോൾ ആ തരുന്ന അവകാശവാദങ്ങൾ നിങ്ങൾ വിശകലനം ചെയ്ത് അതിൽ സത്യം എത്രയുണ്ടെന്ന് കണ്ടെത്തി നിങ്ങൾ ഒരു നല്ല ഡിസിഷൻ എടുക്കുക, നല്ല വ്യക്തിക്ക് വോട്ട് ചെയ്യുക. കൂടുതലും ഇതിൻ്റെ ഒരു തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ, ഇനി പാർട്ടി നമുക്ക് 3 പേരെ പാർട്ടി ഉള്ളൂ, നമുക്ക് ഇൻഡിപെൻഡൻസ് ഒക്കെ കുറവാണ്.
ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞേനെ ഇൻഡിപെൻഡൻസിന് വോട്ട് ചെയ്യാൻ. ഞാനത് പറഞ്ഞേനെ. ഇതിപ്പോൾ എനിക്ക് ഇന്നാർക്ക് വോട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. 3 പേരുണ്ടെങ്കിൽ ഈ 3 പേരിൽ ആരാണ് മിടുക്കൻ? ഇൻഡിവിജ്വൽ കപ്പാസിറ്റി. ആ കപ്പാസിറ്റി നോക്കുമ്പോൾ ഒന്ന് ബുദ്ധി ഉപയോഗിക്കാൻ കഴിവുള്ളയാൾ, പിന്നെ ലോകപരിചയമുള്ളയാൾ. കൊച്ചു കുട്ടികളെ ഒന്നും എടുത്ത് വെക്കാതിരിക്കുക. അത് മോശമെന്നല്ല പറയുന്നത്. ലോകപരിചയം വളരെ അത്യാവശ്യമാണ്. ലോകപരിചയമുള്ള ഒരാളെ സെലക്ട് ചെയ്യുക. മൂന്നാമത് അഡ്മിനിസ്ട്രേറ്റീവ് കേപ്പബിലിറ്റി വേണം. അഡ്മിനിസ്ട്രേറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരെ നമ്മളുടെ ഒരു മൈൻഡ് ഷെയറിലേക്ക് കൊണ്ടുവരാനുള്ളൊരു കപ്പാസിറ്റി വേണം. അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ. കാരണം സർക്കാരിൽ ഇരുന്ന ഒരാളാകുമ്പോൾ, സർക്കാരുമായിട്ട് പ്രവർത്തിച്ച ഒരാളാകുമ്പോൾ നമുക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ പറ്റും. സൈഡിൽ നോട്ട് എഴുതിയാൽ ആ നോട്ട് എങ്ങനെ എഴുതണം, ആ നോട്ട് എഴുതി ഏതൊക്കെ വഴി അത് പോയാൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെ അറിവുള്ളവരായിരിക്കണം. അടുത്തത് മറ്റു പാർട്ടികളെയും അവരെ എതിരാളികളെ പോലെ കാണാതെ പാർട്ടി നേതാക്കന്മാരെ, പാർട്ടി അണികളെയും ഒരുപോലെ നമ്മുടെ വശത്തേക്ക് കൊണ്ടുവരാൻ, എതിർകക്ഷികളെ കൊണ്ടുവരാൻ കഴിവുള്ള ആളായിരിക്കും. അവരെ ഇങ്ങോട്ട് പിടിച്ച് ഇപ്പുറത്തെ പാർട്ടിയിൽ ഇടണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളെ അവർ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ അക്സെപ്റ്റബിൾ ആക്കാൻ കഴിവുള്ള ഒരു ആളെ ആണ്. ഈ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആൾക്ക് വോട്ട് ചെയ്യുക. ഏത് പാർട്ടി ആയാലും ശരി, ആ ആൾക്ക് വോട്ട് ചെയ്യുക. കാരണം ഇതിപ്പം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാലഘട്ടമാണ്. ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് എപ്പിസോഡിൽ പറയുകയുണ്ടായി, അടുത്ത 5 വർഷം കേരളം ഇതുപോലെ പോവുകയാണെങ്കിൽ ഇതൊരു റേസാണ്, ഒരു 100 മീറ്റർ റേസ് പോലാണ്. മറ്റുള്ള സ്റ്റേറ്റ്സ് ഒക്കെ നമ്മുടെ മുമ്പിലാണ്, നമ്മൾ വളരെ പുറകിലാണ്. ഓടിയെത്താൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, നമ്മൾ ക്ഷീണിച്ചാണ് ഓടുന്നതെങ്കിൽ നമ്മുടെ അന്ത്യമാണ്, കേരളത്തിൻ്റെ അന്ത്യമാണ്. കേരളം നിലനിൽക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വലിയ വീരവാദം പറയുന്നവരെല്ലാം അവർ ഒരെണ്ണം മറച്ചു വെച്ചാണ് നിങ്ങളടുത്ത് പറയുന്നത്. ഫൈനാൻഷ്യൽ അനലിസ്റ്റിൻ്റെ അടുത്ത് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാകും, കേരളത്തിൻ്റെ ഇന്നത്തെ ഈ പല മേഖലകളിലും മുന്നിട്ട് നിൽക്കുന്നത് മിഡിൽ ഈസ്റ്റ് റെമിറ്റൻസസ് ആണ്. നമ്മുടെ പ്രവാസികളുടെ റെമിറ്റൻസിൽ കൂടിയാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്ത് പോകുന്നത്. നമ്മുടെ GDP കൂടുന്നു എന്ന് പറയുന്നതിൽ ഒരു സിമ്പിൾ കാര്യം പറയാം. GDP നമ്മുടെ 13ാമത്തെ ലെവലിലോ 11ാമത്തെ പൊസിഷനിലോ മറ്റുമാണ് GDP. അത് നമ്മുടെ പോപ്പുലേഷൻ നോക്കുമ്പോൾ അത് വലിയ മോശമല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ GDP എന്ന് പറയുന്നത്? നമ്മുടെ ഈ റെമിറ്റൻസസ് ആണ് അതിൽ വരുന്നത്. കേരളത്തിലെ ഏറ്റവും GDP കൂടുതലുള്ള ഡിസ്ട്രിക്റ്റ് തൃശ്ശൂരാണ്. അവിടെ എന്താ ഫാക്ടറീസ് ഉണ്ടോ? ഇല്ലല്ലോ. അവിടെ ഈ ഗോൾഡ് ലോൺ കമ്പനീസിന്റെ ആണ് GDP അവിടെ വരുന്നത്. ഫൈനാൻഷ്യൽ കമ്പനീസ്, ബാങ്ക്, ഇതൊന്നും ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല. പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് കൂടില്ല. മാനുഫാക്ചറിങ്ങും പ്രൊഡക്ഷനും ഇല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് കൂടില്ല. സർക്കാരാണ് ഇപ്പോൾ എംപ്ലോയ്മെന്റ് മെയിൻ എംപ്ലോയർ. അത് മാറണം. അത് മാറണമെങ്കിൽ നമ്മളുടെ ഇവിടെ കാഴ്ചപ്പാട് തന്നെ മാറണം. കാഴ്ചപ്പാട് മാറണമെങ്കിൽ ഈ BJPയുടെ എനിക്കറിയില്ല, ഈ 2 മുന്നണിയിലെയും അവരുടെ ഐഡിയോളജീസും വെച്ചുകൊണ്ട് വരുന്നവർ വന്നു കഴിഞ്ഞാൽ ഇത് മാറില്ല. കാരണം നമ്മുടെ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നവരുടെ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ വളരെ മോശമായി കഴിഞ്ഞു. നമുക്ക് ഒരൊറ്റ ഹോപ്പ്, നല്ല ആൾക്കാർ വരികയാണെങ്കിൽ, ഒരു സെറ്റ് ഓഫ് നല്ല ആൾക്കാർ, ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊരു മാറ്റം വരുത്താൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ആലോചിച്ച് വോട്ട് ചെയ്യുക, ബുദ്ധിപരമായി വോട്ട് ചെയ്യുക. നമുക്ക് നല്ലൊരു ഗവൺമെന്റ് വരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നമസ്കാരം.